പോരാളി അധ്യായം 17. മിസ്റ്റർ ദിവാകരൻ. മൊബൈൽ ഫോണിലൂടെ മുഴക്കമുള്ള ഒരു ശബ്ദം അദ്ദേഹത്തിന്റെ കാതുകളിലേക്ക് അടർന്നു വീണു. ആഭ്യന്തരമന്ത്രി മാത്രമല്ല, ഇപ്പോൾ നിങ്ങളും ഞങ്ങളുടെ ഹിറ്റ് ലിസ്റ്റിലാണെന്ന സന്തോഷ വാർത്ത അറിയിക്കാനാ വിളിച്ചത്. ഈ നിമിഷം മുതൽ നിഴൽ പോലെ ഞങ്ങൾ നിങ്ങളുടെ പിന്നാലെയുണ്ട്. മരണത്തിന്റെ രൂപത്തില്. ഫോൺ പിടിച്ചിരുന്ന കൈക്ക് വിറയിൽ ബാധിക്കുന്നത് ചീഫ് മിനിസ്റ്റർ ദിവാകരൻ മനസ്സിലാക്കി. ആരാ നിങ്ങൾ? ശബ്ദം കഴിവതും നിയന്ത്രിച്ചുകൊണ്ടാണ് തിരക്കിയത്. എന്നിട്ടും തെല്ല് പതറിപ്പോയി. അപ്പുറത്തു നിന്നും മറുപടിയായി കേട്ടത് കാതുകളിലേക്ക് പുളഞ്ഞിറങ്ങാൻ കഴിവുള്ള ഒരു പൊട്ടിച്ചിരിയായിരുന്നു. എന്താ മിനിസ്റ്ററെ, ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ മനസ്സിലാക്കാൻ പ്രയാസമാണോ? റെഡ് വോൾഫ്. യാ, അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയുദിച്ചു തുടങ്ങി. വീണ്ടും ചിരി. ദിവാകരന്റെ നെറ്റിയിൽ വിയർപ്പ് കണങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിരുന്നു. അയാളുടെ പെട്ടെന്നുണ്ടായ ഭാവമാറ്റം ശ്രദ്ധയോടെ നോക്കിയിരിക്കുകയായിരുന്നു മാലിനി. അപ്പുറത്ത് ഫോൺ കട്ടായതും പെട്ടെന്ന് ബുദ്ധി ഉദിച്ചതുപോലെ CM മൊബൈൽ ഫോണിൽ തെളിഞ്ഞ നമ്പർ കുറിച്ചിട്ടു. എന്താ ഉണ്ടായത്? ഭാര്യയുടെ ചോദ്യത്തിന് ഉത്തരം നൽകും മുൻപ് അദ്ദേഹത്തിന്റെ വിരലുകൾ ഫോണിന്റെ നമ്പറുകളിൽ കുത്തി. DGP രാഘവ വാര്യർ. യെസ്. വാര്യരുടെ ശബ്ദം. ഇത് CM ആണ് സാർ. ഭക്ഷണം കഴിച്ചിട്ട് കിടക്കാൻ ഭാവിക്കുകയായിരുന്നു SP ജയശങ്കർ. അപ്പോഴേക്കും ഫോൺ ശബ്ദിച്ചു. ജയശങ്കർ ഹിയർ. പെട്ടെന്ന് തന്നെ അയാൾ പിടഞ്ഞുണർന്നു. സാർ. യെസ് സാർ. 1 മിനിറ്റ് നേരത്തെ സംസാരം. ജയശങ്കർ അങ്ങോട്ട് അധികം സംസാരിച്ചതേയില്ല. ഞാൻ ഉടനെ എത്താം സാർ എന്ന് മാത്രം പറഞ്ഞ് ഫോൺ വെച്ചു. ഭാനുമതി അമ്മ വാതിലുകൾ അടയ്ക്കുകയായിരുന്നു. ഞാൻ പുറത്തേക്കൊന്ന് പോവുകയാണമ്മേ, അത് കഴിഞ്ഞ് ലോക്ക് ചെയ്താൽ മതി, അയാൾ വിളിച്ചു പറഞ്ഞു. അമ്മയുടെ നെറ്റി ചുളിഞ്ഞു. ഈ രാത്രി ഇനിയും? ആ. കൂടുതലൊന്നും പറയാതെ ജയശങ്കർ കാക്കി ധരിച്ച് വേഗമിറങ്ങി. അമ്മ തുറച്ചു നോക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടില്ലെന്ന് നടിച്ചു. റോഡിന്റെ മാറിടം ചതച്ചുകൊണ്ട് അയാളുടെ വാഹനം പാഞ്ഞുപോയി. ചീഫ് മിനിസ്റ്ററുടെ ഔദ്യോഗിക വസതിയായ ക്ലീൻ ഹൗസ് അപ്പോൾ പോലീസുകാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. DGP തന്നെ നേരിട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി അങ്ങെത്തിക്കഴിഞ്ഞിരുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ അനന്തനും അവിടെ ഉണ്ടായിരുന്നു. ജയശങ്കർ DGPക്ക് മുന്നിൽ അറ്റൻഷനായി. രാഘവ വാര്യരുടെ നിർദ്ദേശങ്ങളൊക്കെയും ശ്രദ്ധിച്ചു കേട്ടു. പത്രക്കാരും TV-ക്കാരും മറ്റും അപ്പോഴേക്കും വാർത്ത മണത്തറിഞ്ഞ് അങ്ങോട്ടെത്തി തുടങ്ങിയിരുന്നു. ഈ നേരത്ത് ആഭ്യന്തരമന്ത്രി യൂനുസ് കുഞ്ഞിന്റെ വസതിയിൽ കനത്ത നിശബ്ദതയായിരുന്നു. ഒരു ചലനത്തിന് വേണ്ടി ജാഗ്രതയോടെ നിൽക്കുന്ന പോലീസുകാർ. ചീഫ് മിനിസ്റ്റർക്കും ഭീഷണിയുണ്ടായതിനാൽ ഇവിടെയും ജാഗ്രത വർദ്ധിച്ചിരിക്കുകയാണ്. പോലീസിന്റെ ശ്രദ്ധ പല ഭാഗങ്ങളിലേക്ക് തിരിച്ചു വിട്ടിട്ട് ആക്രമണം അഴിച്ചുവിടാനാണോ നക്സലുകളുടെ ഉദ്ദേശമെന്ന് ആര് കണ്ടു? എന്തായാലും ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയായിരുന്നു യൂനുസ് കുഞ്ഞ്. പൊടുന്നനെയാണ് അതുണ്ടായത്. കാതടപ്പിക്കുന്ന ഒരു സ്ഫോടനം. നിലവിളിയോടെ യൂനുസ് കുഞ്ഞ് ചാടി എണീറ്റു. എന്താണുണ്ടായതെന്ന് അയാൾക്ക് തീരെ വ്യക്തമായിരുന്നില്ല എന്നത് മറ്റൊരു കാര്യം. അപ്പോഴേക്കും സ്ഫോടനം നടന്ന ഭാഗത്തേക്ക് കുതിക്കുകയായിരുന്നു പോലീസുകാർ. സ്മാർട്ട് ഹൗസിന്റെ അടുക്കള ഭാഗം അപ്പാടെ തകർന്നു പോയിരുന്നു. ആ ഭാഗത്തു നിന്നും കട്ടിപ്പുക മുകളിലേക്ക് ഉയരുന്നു. വെടിമരുന്നിന്റെ ഗന്ധം അന്തരീക്ഷമാകെ നിറഞ്ഞു നിൽക്കുകയാണ്. സെർച്ച് ലൈറ്റുകളുടെ വെളിച്ചം എല്ലായിടത്തും തൊട്ടുകഴിഞ്ഞു. പക്ഷേ ശത്രുക്കളിൽ ഒരാളെപ്പോലും കാണാൻ കഴിഞ്ഞില്ല. മന്ത്രിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? CA സിദ്ദിഖ് ചിന്തിച്ചത് അതാണ്. തുകൽ ഉറയിൽ നിന്നും റിവോൾവർ വലിച്ചെടുത്തുകൊണ്ട് അയാൾ മുന്നോട്ട് കുതിച്ചു. എന്നാൽ പൊടുന്നനെ ആരോ പിടിച്ചു നിർത്തിയതുപോലെ നിന്നു. ശത്രുക്കൾ ഇവിടെ എവിടെയെങ്കിലും പതിയിരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ മിനിസ്റ്ററുടെ മുറി തുറക്കുന്നത് അപകടമാവും. മെയിൻ സ്വിച്ച് ഉള്ള ഭാഗമായിരുന്നില്ല സ്ഫോടനത്തിൽ തകർന്നത്. അതുകൊണ്ട് മാത്രമാണിപ്പോഴും ലൈറ്റുകൾ തെളിഞ്ഞു നിൽക്കുന്നത്. എന്നാലും ഏതു നിമിഷവും ലൈറ്റുകൾ അണയാനിടയുണ്ട്. സിദ്ദിഖ് ജനറേറ്റർ ഓൺ ചെയ്യാൻ പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. പിന്നെ മൊബൈൽ ഫോണിലൂടെ മുകളിലുള്ളവർക്ക് വിവരം നൽകി. അനന്തരം ഫോണിലൂടെ തന്നെ ആഭ്യന്തരമന്ത്രിയുമായി ബന്ധപ്പെട്ടു. യൂനുസ് കുഞ്ഞിന്റെ ശബ്ദം കേട്ടപ്പോൾ മാത്രമാണ് തെല്ല് ആശ്വാസം തോന്നിയത്. ഞാൻ CA സിദ്ദിഖാണ് സാർ. അങ്ങക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? നോ, ഐ ആം ഓൾ റൈറ്റ്. ഒന്ന് നിർത്തിയിട്ട് മന്ത്രി തിരക്കി. എന്താ ഉണ്ടായത്? ഭാഗ്യം കൊണ്ട് ശത്രുവിന്റെ ലക്ഷ്യം പിഴച്ചു. സ്മാർട്ട് ഹൗസിന്റെ അടുക്കള ഭാഗം തകർന്നുപോയി സാർ. യൂനുസ് കുഞ്ഞ് ദീർഘമായി നിശ്വസിച്ചു. തലസ്ഥാന നഗരിയിൽ അപ്പോൾ സിഗ്നൽ ലൈറ്റിട്ട പോലീസ് വാഹനങ്ങൾ അലറിക്കുതിക്കുകയായിരുന്നു. ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിൽ സ്ഫോടനം നടന്നതിനാൽ മുഖ്യമന്ത്രിയുടെ വസതിക്ക് കാവൽ പിന്നെയും ശക്തിപ്പെടുത്തി. DGP ഉൾപ്പെടെയുള്ളവർ ആഭ്യന്തരമന്ത്രിയുടെ വസതിയിലെത്തി. അവർ ആദ്യം ചെയ്തത് മന്ത്രിയും മറ്റും സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റുകയായിരുന്നു. മന്ത്രി DGPക്ക് നേരെ തട്ടിക്കയറി. താനൊക്കെ എന്തിനാടോ തലയിൽ തൊപ്പിയും വെച്ചുകൊണ്ടിങ്ങനെ ഞെളിഞ്ഞു നടക്കുന്നത്?
ഈ സംസ്ഥാനത്തെ ആഭ്യന്തരമന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയാനുണ്ടോ? ഏതായാലും ഇതൊരു ബോംബ് സ്ഫോടനമാണെന്നുള്ളതിന് തർക്കമില്ലല്ലോ. എങ്ങനെ ബോംബ് ഇവിടെ വന്നു? 24 മണിക്കൂറും ഡ്യൂട്ടിയില്ലേ ഇവിടെ പോലീസുകാർക്ക്? പിന്നെന്തുകൊണ്ട് കണ്ടെത്താൻ കഴിയാതെ പോയി? ഐ വാണ്ട് എക്സ്പ്ലനേഷൻ സാർ. കുനിഞ്ഞ ശിരസോടെ നിൽക്കുകയായിരുന്ന രാഘവ വാര്യരുടെ ശബ്ദം വിറച്ചു. എന്താണുണ്ടായതെന്ന് ഉടനെ കണ്ടെത്തും സാർ. ഒലത്തും. ഒരു പക്ഷേ ആ ബോംബ് പൊട്ടിയത് എന്റെ നെഞ്ചത്തായിരുന്നെങ്കിലോ? രാഘവ വാര്യർ മറുപടി പറയും മുമ്പ് SP ജയശങ്കർ അങ്ങോട്ട് വന്ന് സല്യൂട്ട് ചെയ്തു. അപ്പോൾ മന്ത്രിയുടെ രോഷം അയാൾക്ക് നേരെയായി. തന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് കൊണ്ടുവന്നപ്പോൾ ഈ സിറ്റി ക്ലീൻ സിറ്റി ആകുമെന്ന് കരുതി. തറ ചവിട്ടിക്കുലുക്കി നടക്കാനും നിരത്തുകളിലൂടെ മരണപ്പാച്ചിൽ നടത്താനുമല്ലാതെ തന്നെ കൊണ്ടൊക്കെ എന്തിനു കൊള്ളാമടോ? ജയശങ്കറുടെ ഉള്ളിൽ കോപം നുരഞ്ഞുയർന്നു. എങ്കിലും അടക്കി. താൻ മറുപടി പറഞ്ഞാൽ അതല്പം കടന്നു പോകും. പക്ഷേ മന്ത്രിക്ക് വിടാൻ ഭാവമില്ല. എന്താടോ പഴം വിഴുങ്ങിയതുപോലെ നിൽക്കുന്നത്? വായിൽ നാവില്ലേ? ഉണ്ട് സാർ. മന്ത്രിയുടെ നെറ്റി ചുളിഞ്ഞു. DGP താക്കിയതുപോലെ അയാളെ ഒന്ന് നോക്കി. തനിക്ക് ഈ സംഭവത്തെക്കുറിച്ച് എന്തു പറയാനുണ്ട് സാർ? ജയശങ്കർ ഒരടി മുന്നോട്ട് നീങ്ങി. ഈ സ്ഫോടനം വളരെ സംശയകരമായ ഒരു കാര്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ഡോഗ് സ്ക്വാഡ് പലതവണ ഇവിടം മുഴുവൻ അരിച്ചു പെറുക്കിയതാണ്. എന്നിട്ടും ഒരു സ്ഫോടക വസ്തുവും കണ്ടുകിട്ടിയില്ല. പക്ഷേ ഇവിടെ ഇന്ന് ഇങ്ങനെയൊരു സംഭവം നടക്കുകയും ചെയ്തു. അതിനർത്ഥം ഒന്നേയുള്ളൂ, പുറത്തുനിന്നാരുമല്ല ബോംബ് ഇവിടെ വെച്ചത്. വാട്ട് യു മീൻ? യെസ് സാർ. ഊഹമാണെങ്കിൽ പോലും അത് 100% ശരിയായിട്ട് വരും. പിന്നെ മറ്റൊന്നുകൂടിയുണ്ട്. ഇവിടെ ബോംബ് വെച്ചവർക്ക് തീർച്ചയായും അങ്ങയുടെ ബെഡ്റൂമിനരികിൽ തന്നെ ഇത് വയ്ക്കാൻ വലിയ ബുദ്ധിമുട്ട് ഉണ്ടാകുമായിരുന്നു എന്നെനിക്ക് തോന്നുന്നുമില്ല. ഞാൻ തന്നെയാണ് ഇത് വെച്ചതെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? നോ സാർ. പിന്നെ? ഈ ചോദ്യത്തിനുത്തരം ഞാൻ 2 ദിവസങ്ങൾക്കുള്ളിൽ തന്നിരിക്കും സാർ. മന്ത്രി അമർത്തിയൊന്ന് മൂളി. പിന്നെ DGPയോടൊപ്പം പോയി. അതിനിടെ ജയശങ്കറെ ഒന്ന് നോക്കുവാനും രാഘവ വാര്യർ മറന്നില്ല. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ രാഘവ വാര്യരുടെ മെസ്സേജ് ജയശങ്കറെ തേടിയെത്തി. കം ടു മൈ ഓഫീസ് ഇമ്മീഡിയറ്റ്ലി. അധ്യായം 18. കം ടു മൈ ഓഫീസ് ഇമ്മീഡിയറ്റ്ലി. DGP രാഘവ വാര്യരുടെ ശബ്ദം കേട്ടപ്പോൾ SP ജയശങ്കറുടെ ചുണ്ടിൽ ഒരു ചിരിയുണ്ടായി. അപ്പുറത്ത് ഫോൺ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും തെല്ലുനേരം റിസീവർ കാതോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അയാൾ ഇരുന്നു. ഇപ്പോൾ പെട്ടെന്ന് തന്നെ അവിടേക്ക് വിളിക്കുന്നതെന്തിനാണെന്നറിയാം. ജയശങ്കർ എണീറ്റു. തൊപ്പിയെടുത്ത് തലയിൽ വെച്ചു. ഓഫീസിലെ കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ഒന്ന് നോക്കി തൃപ്തിപ്പെട്ടു. പിന്നെ പുറത്തേക്ക്. പാറാവുകാരൻ അറ്റൻഷനായി. അയാൾ ജിപ്സിയുടെ സ്റ്റിയറിംഗ് വീലിന് പിന്നിലെത്തി. സ്വിച്ച് കീ തിരിഞ്ഞു. വന്യമായൊരു മുരൾച്ചയോടെ അത് ഗേറ്റിലേക്ക് കുതിച്ചു. DGPയുടെ ഓഫീസിലെത്തുവാൻ ആകെ എടുത്തത് 5 മിനിറ്റ്. ചടുലതയോടെ അയാൾ ഇറങ്ങി. കാൽ കീഴിൽ മൊസൈക്ക് ഫ്ലോർ ഞെരിഞ്ഞമർന്നു. DGPയുടെ റൂമിന് മുന്നിൽ നിന്നിട്ട് മൃദുവായി ഹാഫ് ഡോറിൽ തട്ടി. മേ ഐ കമിൻ സാർ? യെസ്. ഘനഗംഭീരമായ ശബ്ദം. രാഘവ വാര്യർ മുഖമുയർത്തി. അദ്ദേഹം ദേഷ്യത്തിലാണെന്ന് ജയശങ്കർക്ക് മനസ്സിലായി. കുറച്ചു മുൻപല്ലാടോ ഇങ്ങനെ നടക്കരുതെന്ന് മന്ത്രി തന്നെ തന്നോട് പറഞ്ഞത് സാർ. താൻ വെറുമൊരു SP ആണെന്ന കാര്യം മറക്കരുത്. നോ സാർ. താനെന്താ ഇന്ന് മന്ത്രിയോട് അങ്ങനെയൊക്കെ സംസാരിച്ചത്? മനസ്സിലായില്ല സാർ. താൻ ധിക്കാരിയാണെന്ന് എനിക്ക് നേരത്തെ അറിയാം. മേനോൻ സാർ ഈ കസേരയിൽ ഇരുന്നതിനാൽ തനിക്ക് തോന്നിയാസം കാട്ടി നടക്കാനുള്ള പെർമിഷനും ഉണ്ടായിരുന്നെന്ന് കരുതാം. ഇല്ല സാർ. ജയശങ്കർ പെട്ടെന്ന് പറഞ്ഞു. അദ്ദേഹം എന്റെ അങ്കിളാണെങ്കിലും അദ്ദേഹത്തിന്റെ അധികാരത്തെ യാതൊരു തരത്തിലും ഞാൻ മിസ്യൂസ് ചെയ്തിട്ടില്ല. അദ്ദേഹം അതിനെ അനുവദിക്കുകയുമില്ലായിരുന്നു. ഓക്കെ, ബട്ട് ഞാൻ പറയാൻ വന്നത് മറ്റൊരു കാര്യം. ഇതൊരു വാണിംഗായി തന്നെ തനിക്ക് കരുതാം. എന്തും എവിടെയും വിളിച്ചു പറയുന്ന തന്റെ ഈ സ്വഭാവം നിർത്തിയേ പറ്റൂ. പ്രത്യേകിച്ചും മന്ത്രിയെ പോലുള്ളവരോട് താൻ വേണ്ടത്ര റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നത്. അപ്പോൾ അഭിപ്രായങ്ങൾ തുറന്ന് പറയരുതെന്നാണോ സാർ പറയുന്നത്? എന്നല്ല, പറയുന്നതിന് ഒരു രീതിയുണ്ട്. തനിക്ക് ഇത്രയും കാലമായിട്ടും അതറിയില്ലെന്നുണ്ടോ? പണ്ട് മുതലേ തനിക്ക് രാഷ്ട്രീയക്കാരോട് ഒരുതരം പുച്ഛമാണെന്ന് എനിക്കറിയാം. ഇപ്പോൾ ജയശങ്കർക്ക് ഒരു കാര്യം വ്യക്തമായി. ആഭ്യന്തരൻ DGPയെ ശരിക്ക് വിരട്ടിയിട്ടുണ്ട്. വാര്യർ തുടർന്നു. മേനോൻ സാറിനോടുള്ള അടുപ്പം കൊണ്ട് മാത്രമാണ് ഇന്ന് യൂനുസ് സാർ തന്നോട് ക്ഷമിച്ചത്. അറിയാമോ തനിക്ക്? ക്ഷമിക്കാൻ പറ്റാത്ത ഘോര അപരാധമൊന്നും ഞാൻ ചെയ്തില്ലല്ലോ സാർ. അദ്ദേഹം ചോദിച്ചതിന്റെ മറുപടി ഞാൻ പറഞ്ഞു. അതിൽ അത്ര വലിയ തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
രാഘവ വാര്യരുടെ നെറ്റി ചുളിഞ്ഞു. അദ്ദേഹം എന്തോ പറയാൻ ഭാവിച്ചപ്പോഴേക്കും ജയശങ്കറുടെ ശബ്ദം പിന്തുടർന്നെത്തി. പിന്നെ എന്റെ അഭിപ്രായം അത് ആരുടെ മുന്നിലും ഞാൻ വെട്ടിത്തുറന്ന് പറയുക തന്നെ ചെയ്യും സാർ. അതിന് എനിക്ക് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. അതിന്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും പണിഷ്മെന്റ് ഉണ്ടായാൽ എങ്ങനെ നേരിടണമെന്ന് എനിക്ക് നന്നായി അറിയാം സാർ. രാഘവ വാര്യർ അല്പനേരം അയാളുടെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നു. പിന്നെ തിരക്കി. ബോംബ് സ്ഫോടനത്തെക്കുറിച്ച് 2 ദിവസങ്ങൾക്കുള്ളിൽ താൻ തെളിവുണ്ടാക്കുമെന്ന് പറഞ്ഞല്ലോ. എന്താ തന്റെ നീക്കം? അതേക്കുറിച്ച് വ്യക്തമായ ധാരണകളൊന്നും ഇപ്പോഴുമില്ല സാർ. പക്ഷേ എനിക്ക് ജയിലിൽ കഴിയുന്ന വിക്രം സിംഗിനെ ഒന്ന് ചോദ്യം ചെയ്യണം. അതിന് സാർ അനുവദിക്കണം. ജയിലിൽ കഴിയുന്ന പ്രതിയാണയാൾ. പോരെങ്കിൽ കോടതി വിധിയും കഴിഞ്ഞവൻ. ഇനി അവനെ ചോദ്യം ചെയ്യണമെങ്കിൽ കോടതി അനുവദിക്കണം. അറിയാം സാർ. പക്ഷേ അത് അല്പം കാലതാമസം ഉണ്ടാക്കും. ഞാൻ വിചാരിച്ചത് മറ്റൊന്നാണ്. സാർ വിചാരിക്കുകയാണെങ്കിൽ കോടതിയുടെ അനുവാദം കൂടാതെ തന്നെ ജയശങ്കർ പൂർത്തിയാക്കുവാൻ DGP സമ്മതിച്ചില്ല. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്. ഞാൻ അത്തരമൊരു നീക്കത്തിന് കൂട്ടുനിൽക്കില്ല. നിയമത്തിന്റെ വഴി മാത്രമേ ഞാൻ സമ്മതിക്കൂ. സാർ, യു ക്യാൻ ഗോ സാർ. ജയശങ്കർ ഒരിക്കൽ കൂടി അറ്റൻഷനായി. പിന്നെ തിരിഞ്ഞു നടന്നു. കാലടി ശബ്ദങ്ങൾ കാതുകളിൽ തുളഞ്ഞിറങ്ങുന്നത് പോലെ തോന്നിയ രാഘവ വാര്യർ കടപ്പല്ല് ഞെരിച്ചു. ഇവൻ ശരിയാവില്ലെന്ന് മനസ്സിലും പറഞ്ഞു. ആ രാത്രി കഴിഞ്ഞു. തലസ്ഥാനം മുഴുവൻ പോലീസ് അരിച്ചു പെറുക്കിയെങ്കിലും റെഡ് വോൾഫിനെ കുറിച്ച് യാതൊരു വിവരവും കിട്ടിയില്ല. ഏത് കുറ്റവാളിയാണെങ്കിലും എന്തെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കുക പതിവാണ്. പക്ഷേ ഇവിടെ മാത്രം യാതൊന്നുമില്ല. SP ജയശങ്കർ അസ്വസ്ഥനായി. മന്ത്രിയുടെ വസതിയിലെ സ്ഫോടനം പുറത്തുനിന്നും വന്നവർ ബോംബ് വെച്ചിട്ടല്ല നടന്നതെന്ന് ഇപ്പോഴും അയാൾ ഉറച്ച് വിശ്വസിക്കുന്നു. പിന്നെ ആ പിന്നയ്ക്ക് ഉത്തരം കിട്ടിയാൽ കേസ് പകുതി വിജയിച്ചു. അതുകൊണ്ട് തന്നെ ജയശങ്കർ CS സിദ്ദിഖ് മുതൽ താഴേക്ക് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും ക്വസ്റ്റ്യൻ ചെയ്തു. ആരിൽ നിന്നും സംശയിക്കത്തക്ക ഒരു വാക്കുപോലും പുറത്തു വന്നില്ല. അവസാനം അയാൾ ജയിൽ സൂപ്രണ്ടുമായി ഫോണിൽ സംസാരിച്ചു. വിക്രം സിംഗിനെ രഹസ്യമായി ഒന്ന് ചോദ്യം ചെയ്യാൻ തന്നെ അനുവദിക്കണം. പക്ഷേ സൂപ്രണ്ട് സമ്മതിച്ചില്ല. കോടതി വിധിയില്ലാതെ അത് നടക്കില്ലെന്ന് സൂപ്രണ്ട് തീർത്തു പറഞ്ഞു. വിക്രം സിംഗിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടത് സൂപ്രണ്ടാണ്. കോടതിയിൽ ഹർജി സമർപ്പിക്കാൻ തന്നെ ജയശങ്കർ തീരുമാനിച്ചു. ആ തീരുമാനത്തോടെയാണ് വൈകിട്ട് ജയശങ്കർ വീട്ടിലെത്തിയത്. അപ്പോൾ അമ്മ ഒരു കവർ കൊണ്ടുവന്ന് അയാളെ ഏൽപ്പിച്ചു. എന്താണമ്മേ ഇത്? ആവോ, ഒരാൾ കൊണ്ടുവന്ന് നിനക്ക് തരാൻ ഏൽപ്പിച്ചതാണ്. പിന്നെ ആ കവർ വലിച്ചു കീറിയതും ഒരു ചെറിയ സ്ഫോടനം നടന്നതും ഒന്നിച്ചായിരുന്നു. ലെറ്റർ ബോംബ്. അറിയാതെ കവറിലെ പിടിവിടുകയും 2 അടി പിന്നോക്കം മാറുകയും ചെയ്തു. രംഗം കണ്ടുനിന്നിരുന്ന ഭാനുമതി അമ്മ അറിയാതെ നിലവിളിച്ചു പോയി. അത് കേട്ടുകൊണ്ടാണ് നിർമ്മല ഓടി വന്നത്. എന്താ അമ്മേ? മുറി മുഴുവൻ പുകയായിരുന്നു. ജയശങ്കറും ഭാനുമതി അമ്മയും ചുമയ്ക്കാൻ തുടങ്ങി. ജയശങ്കർ വേഗം ഫാൻ ഓൺ ചെയ്തു. വേഗത കൂട്ടിയിട്ടു. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ പുക മാഞ്ഞു. താഴെ കിടന്നിരുന്ന കവർ കാറ്റിലിളകി. ജയശങ്കർ അതെടുത്തു. ഭാനുമതി അമ്മ അപ്പോഴും വിറയ്ക്കുന്നുണ്ടായിരുന്നു. നിർമ്മല അമ്മയ്ക്കരികിലെത്തി. ജയശങ്കർ കവറിനുള്ളിൽ നിന്നും 4 മടക്കിയ ഒരു കടലാസ് എടുത്തു നിവർത്തി. അതിനുള്ളിൽ ചുവന്ന മഷി കൊണ്ട് ഇങ്ങനെ എഴുതിയിരുന്നു. പേടിച്ചുപോയി അല്ലേ ജയശങ്കർ? നേരത്തെ നിങ്ങൾക്ക് ഞങ്ങൾ വാണിംഗ് തന്നതാണ്, ഞങ്ങളുടെ പിന്നാലെ വരരുതെന്ന്. കുറച്ചുകൂടി ശക്തിയുള്ള ഒരു ലെറ്റർ ബോംബാണ് ഞങ്ങൾ ഈ കവറിനുള്ളിൽ വെച്ചിരുന്നതെങ്കിൽ നീ കൂടി ചിതറിപ്പോയേനെ. ഇനിയൊരു മുന്നറിയിപ്പ് തനിക്കില്ല. മരിക്കുന്നത് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പിന്നാലെ തിരിയാവൂ. എല്ലാം അനുഭവിക്കാനുള്ള കരളുറപ്പും നേരത്തെ കരുതിക്കോണം. റെഡ് വോൾഫ്. 2 ജയശങ്കർ ആ കത്ത് വായിച്ചു. എന്താ മോനെ അതിൽ? ഭാനുമതി അമ്മ ഉദ്യോഗത്തോടെ തിരക്കി. ഒന്നുമില്ലമ്മേ. അയാളുടെ മുഷ്ടിക്കുള്ളിൽ ആ കത്ത് ഞെരിഞ്ഞമർന്നു. ആരാ ഇത് കൊണ്ടുവന്ന് വെച്ചത്? ഒരു കൊച്ചു പയ്യനാ. ഏതാണെന്ന് എനിക്കറിയില്ല. സൈക്കിളിലാ വന്നത്. അപ്പോൾ തന്നെ മടങ്ങുകയും ചെയ്തു. അയാൾ തലയനക്കി. കുറെ ദിവസങ്ങൾക്ക് ശേഷം മുകുന്ദൻ മേനോൻ വീടിന് പുറത്തിറങ്ങി. അതുപോലും ഏതാനും ദിവസങ്ങളായി പോലീസുകാർ സമ്മതിക്കുമായിരുന്നില്ല. അദ്ദേഹം പൂന്തോട്ടത്തിലൂടെ വെറുതെ അങ്ങിങ്ങ് നടന്നു. അപ്പോൾ ഒരു ടെലിസ്കോപ്പിക് ഗണ്ണിന്റെ വ്യൂ ഫൈൻഡറിൽ അദ്ദേഹത്തിന്റെ ശിരസ് തെളിയുന്നുണ്ടായിരുന്നു. അധ്യായം 19. മുകുന്ദൻ മേനോൻ പക്ഷേ ഒന്നും വിചാരിച്ചതുകൂടിയില്ല. അത്ര വേഗം തന്നെ ആർക്കും വധിക്കാൻ കഴിയില്ലെന്ന വിശ്വാസത്തിലായിരുന്നു അദ്ദേഹം.
ശരിക്കും പറഞ്ഞാൽ മേനോൻ പുറത്തിറങ്ങുന്നതിനോട് അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർക്ക് തീരെ താല്പര്യമില്ലായിരുന്നു. പക്ഷേ തങ്ങളുടെ തന്നെ മേലുദ്യോഗസ്ഥനായിരുന്ന ആളിനോട് കനത്ത ഭാഷയിൽ പറയാൻ പറ്റില്ലല്ലോ. പൂന്തോട്ടത്തിലൂടെ നടന്നപ്പോൾ ശുദ്ധവായു ശ്വസിച്ചപ്പോൾ മേനോന് എന്ത് ആശ്വാസമാണെന്നോ ഉണ്ടായത്. എന്നാൽ തെല്ലകലെ ഉണ്ടായിരുന്ന ഒരു 3 നില കെട്ടിടത്തിന്റെ ടെറസിലെ ഓർക്കിഡ് തോട്ടത്തിനുള്ളിൽ ഒരു രൂപം അനങ്ങി. കെട്ടിടത്തിന്റെ പാരപ്പറ്റിലേക്ക് ടെലിസ്കോപ്പിക് ഗണ്ണിന്റെ ബാരൽ ചേർത്ത് വെച്ച് ലെൻസിലൂടെ മുകുന്ദൻ മേനോന്റെ ഓരോ ചലനവും ശ്രദ്ധിക്കുകയായിരുന്നു അയാൾ. മേനോൻ നടപ്പുന്നത് നിർത്തിയാൽ ആ നെറ്റിയിലൂടെ ഒരു ബുള്ളറ്റ് അപ്പുറം കടക്കും. കൊലയാളിയുടെ കൈവിരൽ ട്രിഗറിലേക്ക് തെന്നി നീങ്ങി. സൂക്ഷ്മതയോടെ ലെൻസിലേക്ക് തന്നെ ദൃഷ്ടി ഉറപ്പിച്ചിരിക്കുകയാണയാൾ. ഈ നേരത്താണ് ഗേറ്റ് കടന്ന് ജയശങ്കറുടെ ജിപ്സി വന്നത്. മേനോൻ നടത്തം നിർത്തി. കൊലയാളിയുടെ മുഖം തെളിഞ്ഞു. ലക്ഷ്യം ഉറപ്പാക്കിയ അയാൾ ട്രിഗറിൽ വിരൽ ആഞ്ഞമർത്തി. ടക്ക്, ഒരു ശബ്ദം മാത്രം. അതേ സെക്കൻഡിലാണ് ജയശങ്കർ പൂന്തോട്ടത്തിലേക്ക് ചെന്നതും മുകുന്ദൻ മേനോൻ തിരിഞ്ഞു നോക്കിയതും. തന്റെ ശിരസിന് പിന്നിലൂടെ ഒരു വണ്ടുമൂളി പറന്നതുപോലെയാണ് മേനോന് ആദ്യം തോന്നിയത്. പക്ഷേ തൊട്ടരികിലെ പൂച്ചട്ടി ചിതറിത്തെറിച്ചപ്പോൾ അദ്ദേഹം കിടുങ്ങി. അപകടം വ്യക്തമാകുവാൻ മേനോന് ഒരു സെക്കൻഡ് മതിയായിരുന്നു. അവിടേക്കെത്തിയ ജയശങ്കറും ഈ രംഗം കണ്ട് ഞെട്ടി. ക്ഷണത്തിൽ ജയശങ്കർ മുന്നോട്ട് കുതിക്കുകയും മേനോനുമായി തറയിൽ വീണ് ഉരുണ്ടുമാറുകയും ചെയ്തു. ഇത്തവണ ഉദ്യാനത്തിൽ ഉണ്ടായിരുന്ന ഒരു ലൈറ്റാണ് ചിതറിപ്പോയത്. ജയശങ്കറും മുകുന്ദൻ മേനോനും മതിലിനോട് ചേർന്ന് ഉയർന്നു. ജയശങ്കർ അതിനിടെ റിവോൾവർ വലിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. പോലീസുകാരും ആയുധങ്ങളുമായി ചുറ്റും പകച്ചു നോക്കുകയാണ്. എവിടെ നിന്നാണ് ബുള്ളറ്റുകൾ ചീറി വന്നത് കണ്ടെത്താനായില്ല. ജയശങ്കറുടെ കണ്ണുകൾ ആ ഓർക്കിഡ് തോട്ടത്തിൽ പതിയും മുൻപ് കൊലയാളി അവിടെ നിന്നും മാറിക്കഴിഞ്ഞിരുന്നു. റോഡിൽ തെല്ലകലെ ഒരു വാൻ സ്റ്റാർട്ടായി അകന്നുപോയി. മുകുന്ദൻ മേനോൻ അപ്പോഴും വിശ്വസിക്കാനാവാതെ നിൽക്കുകയായിരുന്നു. അങ്കിളെന്താ ഒന്നും അറിയാൻ പാടില്ലാത്ത കൊച്ചുകുട്ടികളെ പോലെ ഈ തുറന്ന സ്ഥലത്ത് ഉലാത്തിയത്? ജയശങ്കറുടെ കുറ്റപ്പെടുത്തും പോലെയുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ മേനോന് കഴിഞ്ഞില്ല. പൂജയും അങ്ങോട്ട് വന്നു. എന്താ ഉണ്ടായത്? ആ ചോദ്യത്തിന് ആരും ഉത്തരം പറഞ്ഞില്ല. അവൾ ഓരോ മുഖത്തേക്ക് മാറി മാറി നോക്കിക്കൊണ്ട് ചോദ്യം ആവർത്തിച്ചു. നീ കരുതും പോലെ ഒന്നുമില്ല പൂജെ, ജയശങ്കർ പറഞ്ഞു. എന്നിട്ടും അവൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ജയശങ്കറും മുകുന്ദൻ മേനോനും കൂടുതലൊന്നും പറഞ്ഞില്ല. ഇരുവരും വീടിനുള്ളിലേക്ക് പോയി. ആ സംഭവത്തോടു കൂടി SP ജയശങ്കർക്ക് ഒരു കാര്യം വ്യക്തമായി. മേനോന്റെ ജീവനാണ് നക്സലൈറ്റുകളുടെ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യത്തേത്. കരുതിയിരുന്നേ പറ്റൂ. പത്രങ്ങളിലും TV-യിലുമൊക്കെ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്നത് നക്സലൈറ്റുകളെക്കുറിച്ചുള്ള വാർത്തകളാണ്. അവരുടെ ഭൂതകാലം വരെ തപ്പിപ്പോയിരിക്കുന്നു പത്രക്കാർ. തന്റെ ഔദ്യോഗിക വസതിയിൽ ഉണ്ടായ സ്ഫോടനത്തിന് ശേഷം ആഭ്യന്തരമന്ത്രി യൂനുസ് കുഞ്ഞ് ഇപ്പോൾ പുതിയ വീട്ടിൽ കനത്ത സെക്യൂരിറ്റിയോടെയാണ് കഴിയുന്നത്. സെക്യൂരിറ്റി ചുമതല പൂർണ്ണമായും ഏൽപ്പിച്ചിരിക്കുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ അനന്തനെയാണ്. സ്ഫോടന ദിവസമുണ്ടായ സംസാരത്തിന് ശേഷം ഇപ്പോൾ യൂനുസ് കുഞ്ഞിന് ജയശങ്കറുടെ പേര് കേൾക്കുന്നത് തന്നെ അലർജി ആയിട്ടുണ്ട്. ഏതായാലും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഉദ്ഘാടനങ്ങൾ പോലെയുള്ള പരിപാടികൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എവിടെ നിന്നാണൊരു ബുള്ളറ്റ് ചീറി വരുന്നതെന്ന് പറയാൻ കഴിയില്ലല്ലോ. ദിവസങ്ങൾ കഴിഞ്ഞു. ഇതിനിടെ SP ജയശങ്കർ വിക്രം സിംഗിനെ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്ന് കാണിച്ച് ഹർജി സമർപ്പിച്ചു. കോടതി അതിനെ സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ ഒരു വ്യവസ്ഥ. പ്രതിയുടെ സംഘത്തിൽപ്പെട്ടവർ ധാരാളം പുറത്തുള്ള നിലയ്ക്ക് പ്രതിയെ ജയിൽ കോമ്പൗണ്ടിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നത് കുഴപ്പങ്ങൾക്കിടയാകും. അതുകൊണ്ട് തന്നെ കോടതി ജയിൽ സൂപ്രണ്ടിന് നിർദ്ദേശം നൽകി. SP ജയശങ്കർ വിക്രം സിംഗിനെ കാണാൻ ജയിലിലെത്തി. സൂപ്രണ്ട് മാന്യമായി തന്നെ അയാളെ സ്വീകരിച്ചു. ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മധ്യവയസ്കനാണ് ജയിൽ സൂപ്രണ്ട് കനകരാജൻ. ഇരുവരും ഹസ്തദാനം ചെയ്തു. ജയശങ്കർ ഇരിക്കൂ. താങ്ക്സ്. കോടതി ഉത്തരവിനെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തന്നെ അവനെ ചോദ്യം ചെയ്യാൻ ഒരു മുറി ഒരുക്കി കഴിഞ്ഞു ഞങ്ങൾ. ഈ ക്വസ്റ്റ്യൻ ചെയ്യൽ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒരു പരീക്ഷണം. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗാർഡ് എത്തി. അയാളെ കൊണ്ടുവന്നു സാർ. കനകരാജൻ എണീറ്റു. ഒപ്പം ജയശങ്കറും. മിസ്റ്റർ ജയശങ്കർ, താങ്കളെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലെന്നറിയാം. എന്നാലും പറയട്ടെ, ജയിലിൽ കിടക്കുന്ന കുറ്റവാളിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഉത്തരം പറയേണ്ടത് ഞാനാണ്. അതുകൊണ്ട് കനകരാജൻ ഉദ്ദേശിച്ചതെന്താണെന്ന് ജയശങ്കർക്ക് വ്യക്തമായി.
ഇറ്റ്സ് ഓക്കെ. ജയശങ്കറോടൊപ്പം കനകരാജനും ചെന്നു. വിക്രം സിംഗിനെ എത്തിച്ച മുറിക്ക് മുന്നിൽ തോക്കേന്തിയ 2 ഗാർഡുകൾ നിൽപ്പുണ്ടായിരുന്നു. ജയിൽ സൂപ്രണ്ടിനെയും ജയശങ്കറെയും കണ്ട് അവർ അറ്റൻഷനായി. മുറിയുടെ വാതിൽ പുറത്തുനിന്ന് ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു. ജയശങ്കർ വാതിലിന്റെ ഓടാമ്പൽ നീക്കി അകത്ത് കടന്നു. അപ്പോൾ തന്നെ അത് ചേർത്തടയ്ക്കുകയും ചെയ്തു. വിശാലമായ ഒരു മുറിയായിരുന്നു അത്. മുറിയുടെ മധ്യഭാഗത്ത് 1000 വാട്സിന്റെ ഒരു ബൾബ് തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അതിന് കീഴെ ഒരു മേശയും 2 കസേരകളും. കസേരകളിലൊന്നിൽ പുറംതിരിഞ്ഞിരിക്കുകയായിരുന്നു വിക്രം സിംഗ്. മുറിയുടെ വാതിൽ തുറന്നടഞ്ഞിട്ടും അയാളൊന്ന് തിരിഞ്ഞു നോക്കിയത് കൂടിയില്ല. ജയശങ്കറുടെ നെറ്റി ചുളിഞ്ഞു. മുന്നിലുള്ളത് വെറും ക്രിമിനൽ അല്ല, നക്സൽ പ്രസ്ഥാനത്തിന്റെ തീക്കനലാണ്. തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടും മരിക്കാൻ മനസ്സില്ലാത്തവൻ. കൈകാര്യം ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടെ വേണം. ജയശങ്കർ മുന്നോട്ട് നീങ്ങി. അയാളുടെ കാലടി ശബ്ദം മുറിക്കുള്ളിൽ പെരുമ്പറയായി മുഴങ്ങി. എന്നിട്ടും വിക്രം സിംഗ് തല തിരിച്ചില്ല. ഒന്നനങ്ങിയത് കൂടിയില്ല. ജയശങ്കർ വിക്രം സിംഗിന്റെ മുന്നിലെത്തി. ജയശങ്കർ കെയിൻ കൊണ്ട് മേശയിൽ പതിയെ തട്ടി. വിക്രം സിംഗ്. അയാൾ പതിയെ തലയുയർത്തി. ആ കണ്ണുകളിൽ 2 തീപ്പൊട്ടുകൾ ജ്വലിക്കുന്നുണ്ടായിരുന്നു. എന്റെ ആഗമന ഉദ്ദേശം നിനക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. ഒപ്പം നീ എന്നോട് സഹകരിക്കുമെന്നും. വിക്രം സിംഗിന്റെ ചുണ്ടനങ്ങി. നിന്റെ ആഗമന ഉദ്ദേശം നിന്നേക്കാൾ നന്നേ എനിക്കറിയാം. മരിക്കണമെന്ന് നിനക്ക് ഉൾവിളിയുണ്ടായിരിക്കുന്നു. വാട്ട്? ജയശങ്കർ നെറ്റിച്ചൊളിച്ചു. അത് ശ്രദ്ധിക്കാതെയാണ് വിക്രം സിംഗ് ബാക്കി പറഞ്ഞത്. മരിക്കാൻ നേരമായില്ലായിരുന്നെങ്കിൽ കോടതി വിധിയും വാങ്ങി നീ എന്നെ കാണാൻ വരില്ലായിരുന്നു. വിക്രം സിംഗിനെ കാണാൻ വരിക എന്ന് പറഞ്ഞാൽ മരണത്തെ പുൽകാനെത്തുക എന്നർത്ഥം. അറിയണോ നിനക്ക്? വിക്രം സിംഗ് ചാടി എണീറ്റതും ജയശങ്കർക്ക് നേരെ കുതിച്ചതും ഒന്നിച്ചായിരുന്നു. അധ്യായം 20. വാസ്തവത്തിൽ SP ജയശങ്കർ ഒരു നിമിഷം പതറിപ്പോയിരുന്നു. ഒരു കുറ്റവാളി, അതും കൈകളിൽ വിലങ്ങണിഞ്ഞുകൊണ്ട് ജയിൽ മുറിക്കുള്ളിൽ വെച്ച് ആക്രമിക്കാൻ തയ്യാറാകും എന്നത് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമായിരുന്നു. തന്റെ മുന്നിലിരുന്ന മേശ ശക്തിയിൽ മുന്നോട്ട് തള്ളിക്കൊണ്ട് വിക്രം സിംഗ് കുതിച്ചെണീറ്റതും ജയശങ്കർക്ക് നേരെ പാഞ്ഞതും. മേശയ്ക്കടിയിലേക്ക് കാലുകൾ കുരുങ്ങിപ്പോയതിനാൽ അയാൾക്ക് പെട്ടെന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല താനും. അപകടം ജയശങ്കർ മനസ്സിലാക്കിയപ്പോഴേക്കും വിക്രം സിംഗിന്റെ വിലങ്ങണിഞ്ഞ കൈകൾ ഒരു വലയമായി അയാളുടെ കഴുത്തിൽ അമർന്നു കഴിഞ്ഞിരുന്നു. കൈകൾ കഴുത്തിലിരുവശത്തും വിലങ്ങ് ചേർത്തമർത്തുകയാണ് വിക്രം സിംഗ്. നിനക്കറിയേണ്ടതൊക്കെ അങ്ങേ ലോകത്ത് ചെന്നിട്ട് കാര്യമായിട്ട് അറിയാമടാ പോലീസ് പട്ടി. വിക്രം സിംഗിന്റെ കൈക്കരുത്തിനെ കുറിച്ച് ലോകം ഒരിക്കൽ കൂടി അറിയും. അയാൾ അണപ്പല്ലുകൾ കടിച്ചമർത്തി. SP ജയശങ്കർക്ക് ശ്വാസം വിലങ്ങി. ഒരു വിധേന അയാൾ എണീറ്റെങ്കിലും വിക്രം സിംഗിന്റെ കൈ വിടുവിക്കാൻ കഴിഞ്ഞില്ല. വിലങ്ങിന്റെ ലോഹഭാഗങ്ങൾ കഴുത്ത് ഇപ്പോൾ മുറിക്കുമെന്ന് തോന്നി. വാതിൽ അടച്ചിട്ടിരിക്കുന്നതിനാൽ പുറത്തു നിൽക്കുന്ന കനകരാജനോ ഗാർഡുകൾക്കോ വിവരം നൽകാനും കഴിയില്ല. ജയശങ്കർ മരണത്തെ മുന്നിൽ കണ്ട നിമിഷങ്ങളായിരുന്നു അത്. പെട്ടെന്ന് അയാൾ വിക്രം സിംഗിന്റെ കയ്യിലെ പിടിവിട്ടിട്ട് 2 മുഷ്ടികളും മുറുക്കി. ബലം മുഴുവൻ കൈകളിലേക്ക് ആവാഹിക്കുകയും കൈമുട്ടുകൾ കൊണ്ട് ശക്തിയിൽ പിന്നോട്ടിടിക്കുകയും ചെയ്തു. വിക്രം സിംഗ് പ്രതീക്ഷിക്കാത്ത ഒരു ആക്രമണം. വാരിയെല്ലുകൾ പൊട്ടിപ്പിളർന്ന വേദന, അവ്യക്തമായൊരു വിലാപം അയാളുടെ നാവിൽ നിന്നടർന്നു. ഒപ്പം ജയശങ്കറുടെ കഴുത്തിലെ പിടി തെല്ലെന്നയഞ്ഞു. അപ്പോഴേക്കും കൈമുട്ടുകൾ വീണ്ടും കനത്ത ഒരാഘാതമായി പറന്നെത്തി. വിക്രം സിംഗ് ശരിക്കും പതറിപ്പോയി. അയാളുടെ കൈകൾക്കിടയിൽ നിന്നും മിന്നൽ പോലെ ഊർന്നു മാറിയ ജയശങ്കർ ചുരുട്ടിയ കൈത്തലം കൊണ്ട് അയാളുടെ നെഞ്ചിൻ കൂട് തകർത്തു. നീ കണ്ടിട്ടുള്ള 7ാം കൂലി പോലീസുകാരനല്ലടാ ഞാൻ, അറിയാമോ? അയാളുടെ മടക്കിയ കാൽമുട്ട് ഉൽക്ക പോലെ ഒന്ന് പുളഞ്ഞു. അത് വിക്രം സിംഗിന്റെ അടിവയറ്റിൽ ഒരു മിന്നലായി പുളഞ്ഞിറങ്ങി. നിലവിളിച്ചുകൊണ്ട് അയാൾ മുന്നോട്ട് കുനിഞ്ഞു. അപ്പോൾ ഒരിക്കൽ കൂടി ജയശങ്കറുടെ വലത് കൈമുട്ട് അയാളുടെ പുറത്ത് ഇടിച്ചിറക്കി. വിക്രം സിംഗിന്റെ ചുവടുകൾ പതറി. അയാൾ വേച്ച് മേശയിലേക്ക് ചാഞ്ഞ് കൈകൾ കുത്തി. SP ജയശങ്കർ അയാളെ കസേരയിലേക്ക് തള്ളി. ലുക്ക് വിക്രം സിംഗ്, ആരാച്ചാരെ കിട്ടിയില്ലെങ്കിൽ നിന്നെ ഞാൻ തൂക്കിക്കൊല്ലേണ്ടി വരും. എന്നാലും ഇനി നിന്റെ സംഘത്തിന് ഈ നാട്ടിൽ വേരുന്നാനുള്ള സ്വാതന്ത്ര്യം നൽകുകയില്ല ഞാൻ. എന്റെ ശരീരത്ത് വീണ ഓരോ അടിക്കും നിന്റെ നെഞ്ചിലെ ചോര കൊണ്ട് തന്നെ കണക്ക് പറയിപ്പിക്കും ഞാൻ. വിക്രം സിംഗ് ജയിലിലാണെന്ന് ആശ്വസിക്കാനാവില്ല നിനക്ക്. മറ്റൊരു പാലമോട് സംഭവം നിന്റെ വീട്ടിലും നടക്കും. ജയശങ്കറുടെ കണ്ണുകൾ കുറുകി. വിക്രം സിംഗിന്റെ മുഖത്തു നിന്നും ദൃഷ്ടികൾ പിൻവലിക്കാതെ അയാൾ പറഞ്ഞു, ഞാൻ വന്നത്
നിന്റെ വീരവാദങ്ങൾ കേൾക്കാനല്ല, നിന്റെ സംഘത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ. നിന്റെ നേതാവ് ആരെന്നറിയാൻ. നേതാവോ? വേദനയ്ക്കിടയിലും വിക്രം സിംഗ് ചിരിച്ചു. റെഡ് വോൾഫിന് ഒരേയൊരു നേതാവേ ഉള്ളൂ, അന്നും ഇന്നും. അത് ഞാൻ തന്നെയാണ്. ജയശങ്കർ തലയനക്കി നിഷേധഭാവത്തിൽ. ഈ ലോകത്തെ മുഴുവൻ അങ്ങനെ വിശ്വസിപ്പിക്കാൻ നീ ശ്രമിച്ചാലും എന്റെ മുന്നിൽ അതിന് കഴിയില്ല. നിനക്ക് വേണ്ട എല്ലാവിധ ഒത്താശകളും ചെയ്തു തരുന്ന ഒരു തേർഡ് റൈറ്റ് ബാസ്റ്റഡിന്റെ സാന്നിധ്യം എനിക്കറിയാം. എങ്കിൽ അത് നീ തന്നെ കണ്ടുപിടിക്കടാ. ആയുസ്സുണ്ടെങ്കിൽ എന്റെ സംഘത്തെക്കുറിച്ച് എന്റെ നാവിൻ തുമ്പിൽ നിന്ന് ഒരക്ഷരമെങ്കിലും കിട്ടുമെന്ന് നീ വ്യാമോഹിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു മോഹമായി തന്നെ അവശേഷിക്കും. കല്ലിൽ വെച്ച് അരച്ചാൽ പോലും വിക്രം സിംഗിന്റെ നാവിന്റെ ബന്ധനം അഴിക്കാൻ നിനക്കോ മറ്റുള്ള പട്ടികൾക്കോ കഴിഞ്ഞാൽ അന്ന് ഞാൻ സ്വയം മരിക്കാമടാ. ജയശങ്കർ തലയാട്ടി. മതി, അത് മതി. അത് തന്നെ വേണ്ടി വരുമെന്ന് ഞാൻ കാട്ടിത്തരാം. അയാൾ കസേരയിൽ നിന്ന് എണീറ്റു. ഇനിയും തമ്മിൽ കാണേണ്ടി വരും. ഇല്ല, വിക്രം സിംഗ് തീർത്തു പറഞ്ഞു. ഇനി നിനക്ക് എന്റെ മുന്നിൽ വരാൻ കഴിയില്ല. ഈ വരുന്ന രാത്രി കഴിഞ്ഞാൽ നിന്റെ സ്ഥാനം തൈക്കാട്ടെ വൈദ്യുതി ശ്മശാനത്തിലാണ്. മറുപടി പറയാതെ ജയശങ്കർ പുറത്തേക്ക് നടന്നു. വാതിൽ തുറന്നു. പുറത്ത് ഉദ്യോഗത്തോടെ നിൽക്കുകയായിരുന്നു ജയിൽ സൂപ്രണ്ട് കനകരാജനും ഗാർഡുമാരും. അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? കനകരാജൻ പെട്ടെന്ന് തിരക്കി. ആ, അല്പം. അവന് എന്നെ ഒന്ന് കൊന്നാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. സാരമില്ല. അവന്റെ പേരിൽ ഒരു കേസ് കൂടി ചാർജ് ചെയ്താലോ? പെട്ടെന്ന് ജയശങ്കറുടെ തലച്ചോറിൽ ഒരു വെളിച്ചം മിന്നിപ്പൊലിഞ്ഞു. ഒരു പക്ഷേ വേറെ ചില ഉദ്ദേശങ്ങളോട് കൂടായിക്കൂടെ അവൻ തന്നെ ആക്രമിച്ചത്. തന്നെ ആക്രമിക്കുകയോ അതല്ല വധിക്കുകയോ ചെയ്താൽ വിക്രം സിംഗിന്റെ പേരിൽ ഒരു കേസ് കൂടി ഉണ്ടാകും. വീണ്ടും വിചാരണയ്ക്കായി കോടതിയിൽ കൊണ്ടുപോകേണ്ടി വരും. ആ സമയത്ത് രക്ഷപ്പെടാമെന്ന് അയാൾ വ്യാമോഹിച്ചിരുന്നെങ്കിലോ? അതല്ലെങ്കിൽ ഈ ആശയം ആരെങ്കിലും അയാളുടെ കാതുകളിലേക്ക് പകർന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലോ? എന്താ മിസ്റ്റർ ജയശങ്കർ ഒന്നും പറയാത്തത്? കനകരാജന്റെ ശബ്ദമാണ് ജയശങ്കറെ ഉണർത്തിയത്. അയാളിപ്പോൾ കനകരാജനെ നോക്കിയത് പോലും സംശയത്തോടെയാണ്. അത് വേണ്ട, അയാൾ പെട്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ജയിൽ സൂപ്രണ്ടിന് ഒരു കേസ് കൂടി വേണമെന്ന് തന്നെയുണ്ടെന്ന് തോന്നി. ജയശങ്കർ മുന്നോട്ട് നടന്നു. കനകരാജനും ഒപ്പമെത്തി. തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട ഒരുവന്റെ പേരിൽ ഇനിയൊരു കേസ് കൂടി കൊടുത്തിട്ടെന്താ? കൊലക്കയറിൽ കൂടിയ ഇനിയെന്ത് ശിക്ഷയാണ് അയാൾക്ക് കിട്ടാനുള്ളത്? കനകരാജന് അതൊട്ടും ഇഷ്ടമായില്ലെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു. പിന്നീട് അയാൾ നിർബന്ധിച്ചില്ല. ജയശങ്കർ ഒന്നും പറഞ്ഞുമില്ല. ഓഫീസിൽ അല്പസമയം ഇരുന്നതിന് ശേഷം അയാൾ യാത്ര പറഞ്ഞു. അല്പം കഴിഞ്ഞപ്പോൾ കനകരാജൻ ഫോണെടുത്തു. ഏതാനും നമ്പറുകളിൽ വിരൽ അമർത്തി. പ്രതീക്ഷിച്ചതുപോലെ ഒന്നും നടന്നില്ല എന്നു മാത്രം പറഞ്ഞിട്ട് റിസീവർ വെച്ചു. മടങ്ങി തന്റെ ഓഫീസിലെത്തി കഴിഞ്ഞപ്പോൾ SP ജയശങ്കർക്ക് DGP രാഘവ വാര്യരുടെ ഫോൺ. താൻ പോയിട്ടെന്തായി? വിക്രം സിംഗ് എന്തെങ്കിലും വിട്ടു പറഞ്ഞോ? നോ സാർ, അവനിൽ നിന്ന് ഒരക്ഷരം പോലും കിട്ടിയില്ല. നെക്സ്റ്റ് മൂവ്മെന്റ്? ഒന്നും തീരുമാനിച്ചിട്ടില്ല സാർ. എല്ലാം ഉടനടി എന്നെ അറിയിച്ചു കൊണ്ടേയിരിക്കണം സാർ. അയാൾ ഫോൺ വെച്ചു. അല്പം ജോലി തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് സന്ധ്യ കഴിഞ്ഞാണ് ഓഫീസിൽ നിന്നിറങ്ങാൻ കഴിഞ്ഞത്. പോലീസ് ക്ലബിൽ ഒന്ന് കയറി. ഒരുവിധം നല്ല തിരക്കുണ്ടായിരുന്നു. 2 ലാർജ് വിസ്കിയും ഓർഡർ കൊടുത്തു. അതാണ് ജയശങ്കറുടെ രീതി. ഒറ്റയ്ക്കേ ഉള്ളെങ്കിലും 2 എണ്ണം ഒന്നിച്ചു വാങ്ങും. വളരെ വേഗത്തിൽ അകത്താക്കും. പെട്ടെന്ന് തന്നെ അവിടെ നിന്നിറങ്ങും. വിസ്കി വന്നു. ഒരു സോഡ പൊട്ടിച്ച് 2 ഗ്ലാസുകളിലും ഒഴിച്ചു. ആദ്യത്തെ ഗ്ലാസ് എടുക്കാൻ നേരത്താണ് 2 ടേബിളുകൾക്ക് അപ്പുറത്തു നിന്ന് മദ്യത്തിൽ കുഴഞ്ഞ ഒരു പൊട്ടിച്ചിരി കേട്ടത്. ജയശങ്കർ അങ്ങോട്ട് നോക്കി. സിറ്റി പോലീസ് കമ്മീഷണർ അനന്തനാണ്. ചുറ്റും ഏതാനും പേരുമുണ്ട്. അയാളും ജയശങ്കറെ കണ്ടു കഴിഞ്ഞിരുന്നു. ഹലോ ജയശങ്കർ, എന്നാ ഉണ്ടോ വിശേഷം? ഓ, ഇങ്ങനെ പോകുന്നു പറഞ്ഞിട്ട് ജയശങ്കർ വേഗം ഒരു ഗ്ലാസ്സിലേത് അകത്താക്കി. വെള്ളമടിച്ചു കഴിഞ്ഞാൽ അനന്തൻ മഹാ ചെറ്റയാണെന്ന് ജയശങ്കർക്ക് നേരത്തെ അറിയാം. അനന്തന് പക്ഷെ വിടാൻ ഭാവമില്ല. അയാൾ ഗ്ലാസുമായി എണീറ്റ് വന്നു. അല്ല, താനിന്ന് ജയിലിൽ പോയി വിക്രം സിംഗിനെ കണ്ടെന്നറിഞ്ഞല്ലോ. എന്നിട്ടെന്നാ കിട്ടി? തക്ക മറുപടി പറയാൻ നാവ് ചൊറിഞ്ഞതാണ്. വേണ്ടെന്ന് വെച്ചു. 2ാമത്തെ ഗ്ലാസും അകത്താക്കി. പണം മേശപ്പുറത്ത് തന്നെ വെച്ചിട്ട് എണീറ്റു. ഇത്തിരി തിരക്കുണ്ട് അനന്ത. എന്നാ തിരക്കാടോ? അയാൾ വഴി തടയും പോലെ നിന്നു. നില്ലടോ, ചിലത് സംസാരിക്കട്ടെ. ജയശങ്കർക്ക് വല്ലാതെ ദേഷ്യം വന്നു തുടങ്ങിയിരുന്നു. അധ്യായം 21. വഴി തടഞ്ഞ മാതിരി നിന്നിരുന്ന സിറ്റി പോലീസ് കമ്മീഷണർ അനന്തന്റെയും
ഒപ്പമുണ്ടായിരുന്നവരുടെയും മുഖങ്ങളിലേക്ക് മാറി മാറി നോക്കി SP ജയശങ്കർ. തന്നെ ഒന്ന് കൊച്ചാക്കാനുള്ള ഭാവമാണ് അവർക്കെന്ന് അയാൾക്ക് തോന്നി. നില്ലടോ, ചിലത് സംസാരിക്കട്ടെ എന്ന് അനന്തൻ പറഞ്ഞത് തന്നെ കുറച്ച് ഉച്ചത്തിലാണ്. അതുകൊണ്ട് ക്ലബിൽ ഉണ്ടായിരുന്ന ഭൂരിഭാഗം ആൾക്കാരുടെയും ശ്രദ്ധ അങ്ങോട്ടാകുകയും ചെയ്തു. ഉള്ളിൽ തിളച്ച രോഷം കടിച്ചമർത്തി നിൽക്കുകയാണ് ജയശങ്കർ. പലപ്പോഴും താൻ ഈ ക്ലബിൽ വന്നിട്ടുണ്ടെങ്കിലും ആരുമായും ഒരു പ്രശ്നവും ഇതുവരെ ഉണ്ടായിട്ടില്ല താനും. എന്താ അനന്ത തനിക്ക് പറയാനുള്ളത്? ക്ഷോഭത്തെ കഴിവതും നിയന്ത്രിച്ചുകൊണ്ടാണ് ജയശങ്കർ തിരക്കിയത്. ഗ്ലാസിൽ ഉണ്ടായിരുന്നത് കൂടി ഊറ്റിക്കുടിച്ചു അനന്തൻ. എന്നിട്ട് ശബ്ദം കേൾപ്പിച്ചുകൊണ്ടാണ് ജയശങ്കർ തിരക്കിയത്. അതോ? കീശയിൽ നിന്നും കർച്ചീഫ് എടുത്ത് മുഖമൊന്ന് തുടച്ചിട്ടാണ് അയാൾ ബാക്കി പറഞ്ഞത്. ഇത്ര ധൃതി വെച്ച് 2 പെഗ് അകത്താക്കിയിട്ട് താൻ എങ്ങോട്ട് പോകുക? കേസന്വേഷണത്തിനാ? അനന്തൻ, താക്കീത് പോലെ ഒരു ശബ്ദമാണ് ജയശങ്കറിൽ നിന്നും ഉണ്ടായത്. അതേടോ, നമ്മൾ 2 പേരും IPSകാരാ, ഒരേ സിറ്റിയിൽ ജോലി നോക്കുന്നവർ. സിറ്റിയുടെ ചാർജ് എനിക്കാണ് താനും. എന്നിട്ടും താനിങ്ങനെ സിറ്റി ക്ലീനാക്കാനായി ചവിട്ടിപ്പാഞ്ഞു പോകേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും സംസാരിക്കാനുള്ള അവസരം നൽകുന്ന ആളല്ല ജയശങ്കർ. എന്നിട്ടും തെല്ല് ക്ഷമിച്ചു. എങ്ങനെ തനിക്കിതിന് കഴിയുന്നു എന്ന കാര്യത്തിൽ അയാൾക്ക് തന്നെ അത്ഭുതം തോന്നിയിരുന്നു. അനന്തന്റെ കൂടെയുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ ചിരിച്ചു. ജയശങ്കർ മൗനം പാലിച്ചത് ഉത്തരം മുട്ടിയാണെന്ന് അവർ വിചാരിച്ചിരിക്കും. അയാളുടെ മൗനം അനന്തനും ഉത്തേജകമായി. ഒരു ജേതാവിന്റെ ഭാവത്തിൽ നിന്നുകൊണ്ട് പിന്നെയും അയാൾ ചോദിച്ചു, റെഡ് വോൾഫിന്റെ ഒരു രോമത്തിൽ തൊടാൻ തനിക്ക് കഴിയുമോ? ചോദിച്ചിട്ട് അയാൾ മറ്റുള്ളവരെ നോക്കി. ഇയാടമിടുക്ക് കണ്ടിട്ടാവണം ഹോം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ സംരക്ഷണം മുഴുവനായിട്ട് എന്നെ ഏൽപ്പിച്ചു. നിങ്ങൾ അറിഞ്ഞോ? അറിഞ്ഞു. അവരുടെ പ്രോത്സാഹനം. എന്നാൽ അതല്ലനെന്താ കാര്യം? ജയശങ്കർ സംസാരിച്ചു. പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ ഫണ്ട് പിരിവിലേക്ക് താൻ പോലീസുകാരെ നിർബന്ധിച്ചും ഭീഷണിപ്പെടുത്തിയും പണം പിരിക്കുന്നുണ്ടല്ലോ. പോരെങ്കിൽ മന്ത്രിയുടെ വീട്ടിൽ അടുക്കളപ്പണി ചെയ്യാൻ പോലും താൻ തയ്യാറാകുന്നില്ലേ? ഇതൊക്കെ ചെയ്യുന്നതിന്റെ നന്ദി കാണിക്കണ്ടായോ മന്ത്രിക്ക്? പോരെങ്കിൽ അവിടുത്തെ അൽസേഷൻ നായ്ക്കൾ ചത്തുപോകുകയും ചെയ്തിരുന്നു. തന്നെ അവിടെ ഡ്യൂട്ടിക്ക് നിയോഗിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം നടന്നുകൊള്ളുമെന്ന് മന്ത്രിക്കറിയാം. എന്നെ അതിന് കിട്ടില്ലല്ലോ. അതുകൊണ്ടാ തന്നെ മതിയെന്ന് മന്ത്രി പറഞ്ഞത്. വിളറിപ്പോയി അനന്തൻ. മറ്റുള്ളവരുടെ മുന്നിൽ താൻ കൊച്ചായിപ്പോയി എന്നൊരു തോന്നൽ. എന്താടാ നീ പറഞ്ഞത്? പെട്ടെന്ന് അനന്തൻ ജയശങ്കറുടെ ഷർട്ടിൽ കുത്തിപ്പിടിച്ചു. ഇനി ക്ഷമിക്കാൻ ഒട്ടും കഴിയുമായിരുന്നില്ല ജയശങ്കർക്ക്. തന്റെ ഷർട്ടിൽ പിടിച്ച കൈക്ക് ഒരു തട്ട് കൊടുത്തു. ഒപ്പം അനന്തന്റെ കഴുത്തിൽ കുത്തിപ്പിടിച്ച് ഒരു തള്ളും. സ്കൗണ്ട്രൽ, നിന്റെ ചെറ്റത്തരം എന്റെ അടുത്തെടുത്താലുണ്ടല്ലോ. അനന്തൻ പിന്നോട്ട് വേച്ചുപോയി. ഒപ്പമുണ്ടായിരുന്നവർ തക്ക സമയത്ത് താങ്ങിയില്ലായിരുന്നെങ്കിൽ തറയിൽ വീണേനെ. ഒന്നും സംഭവിക്കാത്തതുപോലെ കനത്ത കാലടികളോടെ അയാൾ നടന്നുപോയി. ക്ലബിന് പുറത്തേക്കിറങ്ങുമ്പോഴും അനന്തന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. വിടടാ എന്നെ തൊടാൻ ധൈര്യം കാണിച്ച അവനെ ഇന്ന് ഞാൻ ശരിയാക്കും. ജയശങ്കർ ജിപ്സിയിൽ കയറി. റോഡിന്റെ മാറിടം ചതച്ചുകൊണ്ട് അത് പാഞ്ഞുപോയി. അല്പം കഴിഞ്ഞപ്പോൾ മൊബൈൽ ഫോൺ ശബ്ദിച്ചു. അയാൾ കീശയിൽ നിന്നതെടുത്ത് ഓൺ ചെയ്തു. എവിടെയാണ്? മുകുന്ദൻ മേനോന്റെ ശബ്ദം. വീട്ടിലേക്ക് പോകുന്ന വഴിയാ? എങ്കിൽ ഇതുവഴി ഒന്ന് വന്നിട്ട് പോ. ശരി അങ്കിൾ. അയാൾ ഫോൺ ഓഫ് ചെയ്തിട്ട് ആക്സിലേറ്ററിൽ കാൽ ഞെരിച്ചു. ജിപ്സിയുടെ ചക്രങ്ങൾക്ക് പിന്നെയും വേഗതയേറി. മുകുന്ദൻ മേനോന്റെ വീട്ടിൽ 5 മിനിറ്റ് കൊണ്ടെത്തി. കോളിംഗ് ബെല്ലിൽ വിരൽ അമർത്തി. ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ വാതിൽ തുറക്കപ്പെട്ടു. പൂജയായിരുന്നു. അവളുടെ മുഖം വല്ലാതിരിക്കുന്നത് അയാൾ കണ്ടു. എന്താ പൂജേ, അങ്കിൾ എവിടെ? എന്തിനാ ഈ വഴി വരാൻ പറഞ്ഞത്? ഡാഡി ഓഫീസ് റൂമിലുണ്ട്. വിസ്മയമായിരുന്നു ജയശങ്കർക്ക്. ഈ പെണ്ണിനെന്ത് പറ്റി? അയാൾ ഒന്നുകൂടി അവളെയൊന്ന് നോക്കിയിട്ടാണ് മുകുന്ദൻ മേനോന്റെ ഓഫീസ് റൂമിലേക്ക് നടന്നത്. അവിടെ അയാളെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു മുകുന്ദൻ മേനോൻ. ആ, നീ വന്നോ? ഇരിക്കി. എന്താ അങ്കിൾ? ഇരിക്കുന്നതിനിടയിൽ തന്നെ അയാൾ തിരക്കി. മേനോൻ ഒരു സിഗരറ്റ് കത്തിച്ചു. പിന്നെ പറഞ്ഞു, ഭാനുമതിയും നിർമ്മലയും ഇവിടെയുണ്ട്. അതെന്താ ഇങ്ങോട്ട് പോരുന്ന വിവരം എന്നെ ഒന്ന് വിളിച്ചറിയിക്കുക പോലും ചെയ്യാതെ? നീ പരിഭ്രമിക്കാൻ നിൽക്കണ്ട. ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ജയശങ്കറുടെ നെറ്റി ചുളിഞ്ഞു. ഹൃദയതാളം മുറുകാൻ തുടങ്ങി. സന്ധ്യ കഴിഞ്ഞ നേരത്ത് നിർമ്മലയെ ചിലർ തട്ടിക്കൊണ്ടു പോകാൻ ഒരു ശ്രമം നടത്തി. അയാൾ ചാടി എണീറ്റു. നീ ഇരിക്കി. അവൾ കുഴപ്പമൊന്നും സംഭവിക്കാതെ ഇവിടെ ഉണ്ടല്ലോ. അപ്പോഴേക്കും പൂജ ഭാനുമതി അമ്മയെയും നിർമ്മലയെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നു. അവരെ കണ്ടതോടെ അയാൾക്ക് പകുതി ആശ്വാസമായി. എന്താ അമ്മ ഉണ്ടായത്? ഭാഗ്യം കൊണ്ട് മാത്രമാ രക്ഷപ്പെട്ടത്. അമ്മയുടെ ശബ്ദം പതറി. ഒന്ന് തെളിച്ചു പറ. അയാൾ നിർമ്മലയെ നോക്കി. സന്ധ്യ കഴിഞ്ഞപ്പോൾ ഒരു വാഹനം വന്ന് പോർച്ചിൽ നിന്നു. ഏട്ടനായിരിക്കുമെന്ന് കരുതി ബെൽ കേട്ടപ്പോൾ തന്നെ ഞാൻ ചെന്ന് വാതിൽ തുറന്നു. പുറത്ത് അപരിചിതരായ 4-5 പേർ. പിടിക്കട അവളെ എന്ന് ഒരുത്തൻ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ഞാൻ വാതിൽ വലിച്ചടച്ച് ലോക്ക് ചെയ്തു.
അവർ വാതിലിൽ ആഞ്ഞാഞ്ഞിടിക്കാനും തുടങ്ങി. ഏട്ടന് ഫോൺ ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ ലൈൻ കട്ട് ചെയ്തിരിക്കുകയാണെന്ന് കണ്ടു. അപ്പോഴേക്കും അവർ വാതിൽ പൊളിക്കുമെന്ന് തോന്നി. ഞാനും അമ്മയും കൂടി അടുക്കള വാതിൽ വഴി പുറത്തു ചാടി. പിന്നിലെ ഗേറ്റ് കടന്നപ്പോഴേക്കും അവർ വാതിൽ പൊളിച്ച് അകത്ത് കടന്നിരുന്നു. ഭാഗ്യത്തിന് ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടി. അതിൽ ഞങ്ങളിങ്ങ് പോന്നു. അതേതായാലും നന്നായി. ആ ബുദ്ധി അപ്പോൾ തോന്നിയില്ലായിരുന്നെങ്കിൽ. പറഞ്ഞത് അരുന്ധതിയാണ്. അപ്പോഴാണ് അമ്മാവയും അവിടെ വന്നു നിൽക്കുന്നത് ജയശങ്കർ അറിഞ്ഞത്. താൻ ജയിലിൽ പോയി വിക്രം സിംഗിനെ കണ്ടതിനുള്ള മറുപടിയാണിതെന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമേ ഉണ്ടായിരുന്നില്ല. ഏതായാലും ഇനി കുറച്ചുകാലം ഇവർ ഇവിടെ തന്നെ നിൽക്കട്ടെ. നീ അവിടെയില്ലാത്തപ്പോൾ ഇനിയും ഇങ്ങനെയൊരു അറ്റംപ്റ്റ് ഉണ്ടായിക്കൂടുന്നില്ല, മുകുന്ദൻ മേനോൻ നിർദ്ദേശിച്ചു. അല്ല അങ്കിൾ, അതിപ്പോൾ വേണ്ട. ഇക്കാര്യത്തിൽ നീ ഇനി ഒന്നും പറയണ്ട. ഇവർ മാത്രമല്ല, നീയും ഇനി ഇവിടെ താമസിച്ചാൽ മതി. അതൊട്ടും ശരിയാവില്ല അങ്കിൾ. തൽക്കാലം 2-3 ദിവസം ഇവർ ഇവിടെ നിൽക്കട്ടെ. അയാൾ എണീറ്റു. അവിടെ അവർ എന്തൊക്കെ കാട്ടിക്കൂട്ടി എന്നറിയണമല്ലോ. ഈ രാത്രി പോകണ്ട. എന്തുണ്ടായാലും അങ്ങനെ തന്നെ. രാവിലെ പോകാം. അങ്കിൾ തന്നെയാണോ ഈ പറയുന്നത്? ഭീരുക്കൾക്ക് പോലീസിൽ സ്ഥാനമില്ലെന്ന് 100 വട്ടം പറഞ്ഞിട്ടുള്ള അങ്കിൾ. അത് ശരിയാ. അതോടെ മേനോന്റെ നാവടഞ്ഞു. എങ്കിൽ ചോറുണ്ടിട്ട് പോകാം, അരുന്ധതി പറഞ്ഞു. അത് പരിഗണിക്കാവുന്ന കാര്യമാണ്. ചോറുണ്ടു. എങ്കിൽ ഗുഡ് നൈറ്റ്. എല്ലാവരോടുമായി പറഞ്ഞിട്ട് അയാൾ ജിപ്സിക്ക് നേരെ നടക്കുമ്പോൾ പൂജയും കൂടെ ചെന്നു. എനിക്കെന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. ഇന്നിനി പോകാതിരുന്നു കൂടെ? അയാൾ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ തട്ടി. രാവിലെ തന്നെ ഇവിടെ വന്ന് മുഖം കാണിച്ചേക്കാം പോരെ? അവൾ തല കുലുക്കി. അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരുമായി അല്പനേരം സംസാരിച്ചിട്ടാണ് അയാൾ പോയത്. പക്ഷേ കഷ്ടിച്ച് 1 കിലോമീറ്റർ സഞ്ചരിച്ചു കാണും. ജിപ്സി മെയിൻ റോഡിലേക്ക് കടക്കാൻ ഭാവിക്കുകയായിരുന്നു. പൊടുന്നനെയാണ് മുന്നിൽ മാർഗ തടസ്സമായി ഒരു കണ്ടെയ്നർ വന്ന് ബ്രേക്കിട്ടത്. ജയശങ്കറുടെ നെറ്റി ചുളിഞ്ഞു. അയാൾ ബ്രേക്കിൽ കാലമർത്തും മുൻപ് ഇരുളിൽ നിന്നൊരു ബുള്ളറ്റ് പറന്നെത്തി. മുന്നിൽ വലതു ഭാഗത്തെ ടയർ തകർന്നു. ജിപ്സി പാളി. അത് കണ്ടെയ്നറിൽ ചെന്നിടിച്ചു. അധ്യായം 22. ആക്രമണം അപ്രതീക്ഷിതമായിരുന്നതിനാൽ ജിപ്സി നിയന്ത്രിക്കുന്നതിൽ SP ജയശങ്കർ തീർത്തും പരാജയപ്പെട്ടുപോയി. അതുകൊണ്ട് തന്നെയാണ് കണ്ടെയ്നറിൽ ചെന്നിടിച്ചതും. ഹെഡ്ലൈറ്റ് നിശേഷം തകർന്നു. അപ്പോഴേക്കും ഇരുളിൽ നിന്നും ഒരു ബുള്ളറ്റ് കൂടി ചീറി വന്നു. ജയശങ്കർ വേഗം ഹെഡ്ലൈറ്റുകൾ അണച്ചു. പിന്നെ ഇരുളിലേക്ക് കുതിച്ചു. കണ്ടെയ്നറിൽ നിന്നും അപ്പോഴേക്കും ചിലർ റോഡിലേക്ക് ചാടി. ഇരുളിൽ നിന്നും വേറെ ചിലർ കൂടി അങ്ങോട്ട് കുതിച്ചു വന്നു. റോഡിനപ്പുറം മണ്ണുകൊണ്ടുണ്ടാക്കിയ ഒരു കയ്യാലയാണെന്ന് തോന്നിയ ജയശങ്കർ ശബ്ദമുണ്ടാക്കാതെ അപ്പുറത്തേക്കിറങ്ങി. അവിടെ 2 അടിയോളം താഴ്ചയുണ്ടായിരുന്നു. തന്റെ റിവോൾവർ വലിച്ചെടുത്തുകൊണ്ട് ജയശങ്കർ അവിടെ അമർന്നിരുന്നു. ശത്രുക്കൾ ജിപ്സിക്ക് ചുറ്റും ഒരു വലയം തീർക്കുന്നത് മങ്ങിയ ഇരുളിൽ കാണാമായിരുന്നു. അവൻ എവിടെ പോയി? ഒരു ശബ്ദം. വെടിയേറ്റ് പിടഞ്ഞു തീർന്നോ എന്ന് നോക്ക്. മറ്റൊരു ശബ്ദം. ജിപ്സിക്കുള്ളിലേക്ക് ടോർച്ചിന്റെ വെളിച്ചം പാളി വീണു. ഇല്ല, അവൻ രക്ഷപ്പെട്ടു. അവർ ടോർച്ചിന്റെ വെളിച്ചത്തിൽ ചുറ്റും പരിശോധിക്കാൻ തുടങ്ങി. ജയശങ്കർ ഒന്നുകൂടി തറയിലേക്ക് അമർന്നു. തന്റെ റിവോൾവറിൽ 6 തിരകൾ മാത്രമേയുള്ളൂ. അതുകൊണ്ട് ശത്രുക്കളെ നേരിടുന്നത് ബുദ്ധിയല്ലെന്ന് അയാളുടെ മനസ്സ് മന്ത്രിച്ചു. ജയശങ്കറിന് പുറത്തുകൂടി ടോർച്ചിന്റെ വെളിച്ചം അകന്നുപോയി. ഇനി ഏതായാലും അവൻ ഈ ജിപ്സിയിൽ പോകണ്ട. ഒരുവന്റെ കയ്യിലിരുന്ന സ്റ്റൺ ഗൺ ജിപ്സിക്ക് നേരെ നീണ്ടു. ട്രിഗറിൽ വിരൽ അമർന്നു. ബുള്ളറ്റുകൾ കടന്നലുകളെ പോലെ ജിപ്സിയെ പൊതിഞ്ഞു. വെടിയൊച്ചകൾ അവിടം പൂരപ്പറമ്പാക്കി മാറ്റി. ജിപ്സി അരിപ്പ പോലെ കഴിഞ്ഞു. സീറ്റിന്റെ സ്പോഞ്ച് പഞ്ഞി പോലെ ഇളകി പറന്നു. 4 ടയറുകളും തകർന്നു കഴിഞ്ഞിരുന്നു. വാഹനം റോഡിലേക്ക് അമർന്നു. മതി, കമോൺ. ഒരു ശബ്ദം. അത് കണ്ടെയ്നറിനുള്ളിൽ നിന്നായിരുന്നു. ശത്രുക്കൾ അതോടെ പിൻവാങ്ങി. എല്ലാവരും കണ്ടെയ്നറിൽ കയറി. അത് പാഞ്ഞുപോയി. മറഞ്ഞിരുന്ന ഇടത്തുനിന്നും ജയശങ്കർ പുറത്തു വന്നു. ഇരുട്ടായിരുന്നിട്ടും തന്റെ ജിപ്സി ആക്രിക്കടയിൽ കിടക്കാറുള്ള വാഹനങ്ങളെക്കാൾ കഷ്ടമാണെന്ന് അറിഞ്ഞു. ഇനി എന്തു ചെയ്യും? ഇത്തിരി നേരം കൂടി അവിടെ നിന്നിട്ട് അയാൾ മൊബൈൽ ഫോൺ എടുത്തിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞിട്ട് മുന്നോട്ട് നടന്നു. അല്പം കഴിഞ്ഞപ്പോൾ അതുവഴി വന്ന ഒരു കാർ കൈ കാണിച്ചു നിർത്തി അതിൽ വീട്ടിലേക്ക് പോയി. ഗേറ്റിൽ വെച്ച് തന്നെ കണ്ടു തുറന്നു കിടക്കുന്ന വാതിൽ. വീടിനുള്ളിൽ വെളിച്ചമുണ്ടായിരുന്നു. അയാൾ അങ്ങോട്ട് ചെന്നു. വിസിറ്റിംഗ് റൂം ആകപ്പാടെ അലങ്കോലപ്പെട്ട് കിടക്കുകയായിരുന്നു. മറ്റു റൂമുകളിലെ അവസ്ഥയും വേറെയായിരുന്നില്ല. TV ഉടഞ്ഞ് താഴെ കിടക്കുന്നു. ടെലിഫോൺ തല്ലി തകർത്തിരിക്കുന്നു. ജയശങ്കർ എല്ലാം നോക്കിക്കണ്ടു. ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. പിന്നെ സെറ്റിയിലേക്ക് അമർന്ന് ഒരു സിഗരറ്റ് ചുണ്ടുകൾക്കിടയിൽ തിരുകി. ഇപ്പോൾ റെഡ് വോൾഫ് മാത്രമല്ല, തന്റെ ശത്രുക്കൾ എന്ന് പോലും അയാൾക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. ഈ രാത്രിയിൽ ഇവിടെ തന്നെ കഴിയണമെന്ന് അയാൾ തീരുമാനിച്ചു.
ഒരു പക്ഷേ ശത്രുക്കൾ ഇനിയും വന്നേക്കും. അയാൾ പിന്നിലെ വാതിൽ ചെന്ന് അടച്ചിട്ടു. ലൈറ്റുകൾ ഓഫാക്കി. മുൻവാതിൽ ഒന്ന് ചാരുക കൂടി ചെയ്തില്ല. ഈ രാത്രി ഇനി ഉറങ്ങുന്നില്ലെന്ന് തന്നെ തീർച്ചപ്പെടുത്തി. ഇരുളിൽ ടീപ്പോയിലേക്ക് കാൽ ഉയർത്തിവെച്ച് സെറ്റിയിൽ ചാരിക്കിടന്നു. സിറ്റി പോലീസ് കമ്മീഷണർ അനന്തനും വെറുതെയിരിക്കില്ലെന്ന് അയാൾക്കറിയാമായിരുന്നു. വിഷം മുറ്റിയ രാജവെമ്പാലയാണ് അനന്തൻ. സൂക്ഷിക്കണം. ഹോം മിനിസ്റ്ററുമായി കൂടുതൽ അടുപ്പമുള്ളതിനാൽ അയാൾ ആ വഴിക്കും തന്നെ ആക്രമിക്കാൻ ശ്രമിക്കും. ഇന്ന് എന്തു വന്നാലും പിന്നോട്ടില്ലെന്ന് അയാൾ തീരുമാനിച്ചു കഴിഞ്ഞു. വരുന്നിടത്ത് വെച്ച് തന്നെ കാണാം. ഏതായാലും കലാശക്കളിക്കുള്ള നേരമായിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറഞ്ഞതനുസരിച്ച് SIയുടെ നേതൃത്വത്തിലുള്ള പോലീസ് എത്തി. SP മറ്റൊരു ജീപ്പും കൊണ്ടുവന്നു. FIR തയ്യാറാക്കി. കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞിട്ട് അയാൾ നേരെ മുകുന്ദൻ മേനോന്റെ വീട്ടിലേക്ക് പോയി. തലേന്ന് രാത്രി തന്റെ ജിപ്സി ആക്രമിച്ച ഭാഗത്തെത്തിയപ്പോൾ ധാരാളം ആൾക്കാർ കൂടി നിൽക്കുന്നത് കണ്ടു. ജയശങ്കർ നിർത്താതെ ഓടിച്ചുപോയി. മുകുന്ദൻ മേനോൻ ജയശങ്കറിൽ നിന്നും തലേന്ന് രാത്രിയിലത്തെ കാര്യങ്ങൾ ഗ്രഹിച്ച് സ്തബ്ധനായി ഇരുന്നു പോയി. അപ്പോഴേക്കും പൂജ അവിടേക്ക് വന്നു. ഇന്നലെ രാത്രിയിൽ എന്താ നടന്നത്? ജിപ്സി തകരപ്പാട്ട പോലെ റോഡിൽ കിടക്കുന്നുണ്ടല്ലോ. പതുക്കെ. ജയശങ്കർ ചുണ്ടിനു മുകളിൽ ഇടതു കൈയുടെ ചൂണ്ടുവിരൽ അമർത്തി കാണിച്ചു. ബഹളമുണ്ടാക്കി മറ്റാരെയും തൽക്കാലം ഇതറിയിക്കണ്ട. ഏതായാലും ജീവനോടെ മുന്നിൽ തന്നെ ഇല്ലേ ഞാൻ? പൂജ അയാളെ തറച്ചൊന്നു നോക്കി. ഡാഡി ഇരുന്നത് കൊണ്ടാവും കൂടുതലൊന്നും പറയാഞ്ഞത്. നീ അപ്പുറത്തേക്ക് പോ മോളെ, ഞങ്ങൾക്കിത്തിരി സംസാരിക്കാനുണ്ട്, മുകുന്ദൻ മേനോൻ പറഞ്ഞു. ജയശങ്കറെ ഒന്നുകൂടി നോക്കിയിട്ടാണ് പൂജ പോയത്. ജയ, മേനോൻ ഗൗരവത്തിലായി. സൂക്ഷിക്കണമെന്ന് നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലെന്ന് എനിക്കറിയാം. എന്നാലും എനിക്കിപ്പോൾ കൂടുതൽ സംശയങ്ങളാണ് തോന്നുന്നത്. റെഡ് വൂൾഫിന്റെ ശമ്പളം പറ്റുന്നവർ ഈ ഡിപ്പാർട്ട്മെന്റിനുള്ളിൽ തന്നെയും ഉണ്ടോ എന്ന്. അങ്ങനെ തന്നെയാണെങ്കിൽ ഞാനും സംശയിക്കുന്നത്. മുകുന്ദൻ മേനോൻ ഒന്നമർത്തി മൂളി. പിന്നെയും കുറച്ചുനേരം അവർ രഹസ്യമായി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്നു. അവിടെ നിന്നും കാപ്പി കൂടി കഴിഞ്ഞാണ് ജയശങ്കർ ഓഫീസിലേക്ക് പോയത്. തൽക്കാലം 2-3 ദിവസത്തേക്ക് കോളേജിൽ പോകേണ്ടെന്ന് നിർമ്മലയോട് പറയുകയും ചെയ്തിരുന്നു. ഓഫീസിലെത്തി 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഹെഡ് കോൺസ്റ്റബിൾ കടന്നു വന്നു സല്യൂട്ട് ചെയ്തു. സാർ, ജയശങ്കർ മുഖമുയർത്തി. എന്താ? DGP സാറിന്റെ ഓഫീസിൽ നിന്നും മെസ്സേജ് ഉണ്ടായിരുന്നു. പറയൂ. സാർ വന്നാലുടനെ അങ്ങോട്ട് ചെല്ലണമെന്ന്. ജയശങ്കർ നെറ്റി ചുളിച്ചുകൊണ്ട് തലകുലുക്കി. ശരി. ഒരിക്കൽ കൂടി അറ്റൻഷനായിട്ട് ഹെഡ് കോൺസ്റ്റബിൾ പോയി. കഴിഞ്ഞ രാത്രിയിൽ പോലീസ് ക്ലബിൽ വെച്ചുണ്ടായ സംഭവം ഒരു പക്ഷേ വാര്യര് സാറിന്റെ കാതിൽ എത്തിയിട്ടുണ്ടാവുമെന്ന് അയാൾക്ക് തോന്നി. എന്തായാലും അയാൾ അപ്പോൾ തന്നെ യാത്രയായി. DGP ഓഫീസ്. തന്റെ ചെയറിൽ തന്നെയുണ്ടായിരുന്നു DGP രാഘവ വാര്യർ. പെർമിഷൻ ചോദിച്ചിട്ട് ജയശങ്കർ അകത്തെത്തി. അറ്റൻഷൻ ആവുമ്പോഴേക്കും അയാളുടെ നെറ്റി ചുളിഞ്ഞു തുടങ്ങിയിരുന്നു. കാരണം സിറ്റി പോലീസ് കമ്മീഷണർ അനന്തനും അവിടെയുണ്ടായിരുന്നു. ഉള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളെല്ലാം ഇയാൾ വാര്യര സാറിന്റെ കാതുകളിലേക്ക് പകർന്നിരിക്കും എന്ന കാര്യത്തിൽ ജയശങ്കർക്ക് യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. രാഘവ വാര്യർ ജയശങ്കറെ അടിമുടി ഒന്ന് നോക്കി. തന്നെ ഇവിടെ വിളിച്ച് ഞാൻ വാൺ ചെയ്തിട്ട് അധിക ദിവസങ്ങളായിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ. ആം ഐ കറക്റ്റ്? സാർ, എന്നിട്ടും ഇന്നലെ പോലീസ് ക്ലബിൽ താൻ എന്തൊക്കെയാണ് കാട്ടിയത്? മറുപടി പറയും മുമ്പ് ജയശങ്കർ അനന്തനെ ഒന്ന് നോക്കി. അയാൾ മുഖം തിരിച്ചു കളഞ്ഞു. ടെൽമി. രാഘവ വാര്യരുടെ ശബ്ദം അല്പം കൂടി കനത്തു. സർ, അങ്ങ് ഏതു വിധത്തിലുള്ള കഥയാണ് കേട്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. വാട്ട് യു മീൻ? കഥയോ? യെസ് സാർ. തെല്ലും പതറാതെ തന്നെ ജയശങ്കർ തുടർന്നു. യഥാർത്ഥത്തിൽ അവിടെ നടന്നത് എന്താണെന്ന് അങ്ങ് അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ ഇപ്പോൾ ഇവിടെ വിളിക്കില്ലായിരുന്നു. ഞാനായിട്ട് അവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല സാർ. എല്ലാത്തിനും കാരണക്കാരൻ ഇയാളാണ്, ഈ അനന്തൻ. നോ സാർ, ഈ ജയശങ്കർ എന്നോട് വഴക്കിടുകയായിരുന്നോ? ഹോം മിനിസ്റ്ററെ കുറിച്ച് പോലും എന്തൊക്കെ അനാവശ്യങ്ങളാണെന്നോ ഇയാൾ വിളിച്ചു പറഞ്ഞത്. കത്തുന്ന ഒരു നോട്ടമായിരുന്നു ജയശങ്കറുടെ മറുപടി. അയാളുടെ മുഖമടച്ച് ഒന്ന് കൊടുക്കാനാണ് അപ്പോൾ ജയശങ്കർക്ക് തോന്നിയത്. വേണ്ട വേണ്ട, നിങ്ങൾ തമ്മിൽ ഒന്നും സംസാരിക്കണ്ട. DGP തുടർന്ന് പറയും മുൻപ് ഫോൺ ശബ്ദിച്ചു. അദ്ദേഹം റിസീവർ എടുത്തു. യെസ്. അപ്പുറത്തു നിന്നും കേട്ട വാർത്ത കിടിലം കൊള്ളിക്കുന്നതാണെന്ന് ആ മുഖഭാവത്തിൽ നിന്ന് തന്നെ ജയശങ്കർക്കും അനന്തനും വ്യക്തമായിരുന്നു. ബാക്കി ഭാഗം നാളെ.